സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാമാബാദിൽ ചാവേർ ബോംബ് ആക്രമണം, 12 പേർ മരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ബോംബാക്രമണം നടന്നത് ഒരു ആത്മഹത്യ പോലെയാണ്. ആത്മഹത്യ സ്ക്വാഡിൽ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെയാണ്. കാർ ബോംബ് സ്ഫോടനം, 8 പേർ മരിച്ചു, കുറെ പേർ ഹോസ്പിറ്റലിൽ. 10-ാം തീയതി. അത് കഴിഞ്ഞ് 4 ദിവസമേ ആയുള്ളൂ. പാകിസ്ഥാനിൽ ബോംബ് ആക്രമണം, 12 പേർ മരിച്ചു, ബാക്കിയുള്ള എത്ര പേർ ഹോസ്പിറ്റലിൽ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റം പറയുന്നു. ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ. പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി ഇവിടെയുള്ള ചാനലുകളും ബാക്കിയുള്ള അന്വേഷണ ഏജൻസികളൊന്നും വ്യക്തമായിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ. പക്ഷെ ഇവിടുത്തെ ചാനലുകളെല്ലാം പാകിസ്ഥാനല്ല പറയുന്നത്, മുസ്ലിങ്ങളാണ് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അങ്ങനെ. അപ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരേ കരങ്ങളായിരിക്കാനാണ് സാധ്യത. പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ അടുപ്പിക്കുക. എങ്ങനെയായാലും ഇന്ത്യയുടെ സാമ്പത്തിക നിലയും രാജ്യരക്ഷാ താല്പര്യവും ഇതെല്ലാം ഇല്ലാതാക്കുക. നമ്മൾ സാമ്പത്തികമായിട്ട് നല്ലപോലെ മെച്ചപ്പെടുന്നു. സൈനിക ശക്തിയിൽ നമ്മൾ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു ശക്തിയാവുന്നു. സാമ്പത്തിക ശക്തിയിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇന്ത്യ അങ്ങനെ എങ്ങനെ സാമ്പത്തികമായും സൈനികമായും തകർക്കാമെന്നാണ് പാശ്ചാത്യ അമേരിക്കൻ യഹൂദ ലോബികൾ ചിന്തിക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യത്തിൽ പാകിസ്ഥാനെ ഇവരൊരു ഉപകരണം മാത്രമാക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാവുന്നത്, നമ്മൾ 2 രാജ്യങ്ങളും എന്ന് പറയുന്നത് സഹോദര രാജ്യങ്ങളാണ്. ഒരു രാജ്യത്തിൽ നിന്ന് വേറിട്ടാണ്. പാകിസ്ഥാനാവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, ഇന്ത്യ ആവട്ടെ, ഒരു രാജ്യമാണ് 47 വരെ. അപ്പോ പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. നമ്മളല്ലാതെ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ ഒരു വിഭാഗം രാജ്യങ്ങൾ കാണും, പാകിസ്ഥാനിന്റെ കൂടെ വേറൊരു വിഭാഗം രാജ്യങ്ങൾ കാണും. അങ്ങനെ തമ്മിലടിച്ച് നമുക്ക് ഇല്ലാതാവാനാണ് ആഗ്രഹമെങ്കിൽ പൊട്ടന്മാരായ രാജ്യ ഭരണാധികാരികൾ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്റെ ബലമായ അഭിപ്രായം, അതായത് സാധാരണക്കാരായ ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് പറയുന്നത്, നമ്മൾ യുദ്ധത്തിലൊന്നും ഇറങ്ങി പുറപ്പെടാവാതെ നമ്മൾ 2 രാജ്യങ്ങളെ, പാകിസ്ഥാനായിരുന്നാലും ബംഗ്ലാദേശിനായാലും കൂടെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും എന്താണെന്ന് ചർച്ച ചെയ്ത് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നിഷ്പക്ഷമതികളായ രാജ്യസ്നേഹികളായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ലോകത്ത് ഇന്നുള്ള കാലത്ത് ഒരു യുദ്ധവും ആരും ജയിക്കില്ല. അപ്പൊ നമ്മൾ പാകിസ്ഥാനെ അടിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കും. അവരെ കൊണ്ടൊക്കുന്ന രീതിയിൽ അവർ തിരിച്ചടിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ സാമ്പത്തികമായ ഭയങ്കര ശക്തിയല്ല, സൈനികമായ കുറച്ച് ശക്തിയുണ്ട്. പക്ഷെ അവരെ സഹായിക്കാൻ ലോകത്തിലെ ഇന്ത്യയോട് വൈരാഗ്യമുള്ള പല രാജ്യങ്ങളും തയ്യാറാവും. അത് മാത്രമല്ല, മുസ്ലിം അറബ് രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കും. പ്രത്യക്ഷമായല്ലെങ്കിലും പരോക്ഷമായെങ്കിലും സഹായിക്കും. അപ്പൊ അവർക്ക് സാമ്പത്തികമായി നഷ്ടപ്പെടാനൊന്നുമില്ല. സഹായം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാമ്പത്തിക നിലയും നമ്മുടെ മെച്ചപ്പെട്ട ജീവിത രീതിയും ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ 50 വർഷം നമ്മൾ ബാക്കിലോട്ട് പോകേണ്ടി വരും. അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറെ സംഘികളും ക്രിസംഘികളും ആവശ്യമില്ലാതെ രാവിലെ ചാനൽ തുറന്നു വെച്ച് ഇങ്ങനെ പറയണം, ഇന്ത്യ റെഡി ആയിരിക്കുകയാണ്, എപ്പോഴും വേണമെങ്കിലും അടി നടക്കും, പാകിസ്ഥാനെ അടിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവന്മാർ ചർച്ച ചെയ്യുന്നത്. രാജ്യത്തെ ഭരണാധികാരികളും ബാക്കിയുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അവർ തീരുമാനിക്കും യുദ്ധത്തിന് പോണോ വേണ്ടേ, അത് വേറെ എന്തെങ്കിലും പരിപാടിയാണോ നല്ലത് എന്ന് അവരാലോചിക്കും. അല്ല, ഇവിടെയുള്ള സംഘികളും ക്രിസംഘികളും അല്ല തീരുമാനിക്കാനുള്ളത് രാജ്യം യുദ്ധത്തിന് പോണോ വേണ്ടേ എന്നുള്ളത്. എങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് അധികാരത്തിൽ അങ്ങ് ഇരുത്തിയാൽ പോരായിരുന്നു. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ബുദ്ധിപൂർവ്വം നമ്മൾ ഏത് പ്രശ്നങ്ങളും ഒരു യുദ്ധത്തിന് ഇറങ്ങിപ്പെടുമ്പോൾ 100 പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. അത് മനസ്സിലാക്കി ഇവിടുത്തെ ഭരണകർത്താക്കൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിഷ്പക്ഷമതികളും ബുദ്ധി ഉള്ള ആൾക്കാരും സാമ്പത്തിക വിദഗ്ധരും സൈനിക വിദഗ്ധരും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതാണ്. ഇപ്പൊ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ ഈസിയാണ്. നമുക്ക് അങ്ങോട്ട് കയറി അടിക്കാം, ആരെങ്കിലും അടിക്കാം, അവർ തിരിച്ച് ഇങ്ങോട്ടും അടിക്കും. അപ്പൊ നമ്മൾ 10 അടി അടിക്കുമ്പോൾ അവർ 2 അടിയെങ്കിലും അടിച്ചിരിക്കും. ഏത് ശക്തിമാനായിട്ടായിരുന്നാലും കൂടുതൽ കയറി കൊട്ടിയാൽ അവർ തിരിച്ചടിക്കാതിരിക്കില്ലല്ലോ.
അപ്പോൾ നമ്മൾ ഈ ഭീകര പ്രവർത്തനം എന്ന് പറയുന്നത്, ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് പിന്നെ ബോംബ് സ്ഫോടനം ഇസ്ലാമാബാദിൽ ഉണ്ടാക്കിയത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ കരങ്ങളാണ് പിന്നിൽ. അപ്പോ ഇന്ത്യയിൽ ഡൽഹിയിൽ അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള, പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദില് ബോംബ് സ്ഫോടനം, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ മൂക്കിന് താഴെ ഗവൺമെന്റിന്റെ ഭരണസിലാകാന്തരത്തിന്റെ മൂക്കിന് താഴെ ബോംബ് സ്ഫോടനം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്, പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും, നമ്മൾ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണക്കാര്, അതിന് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് ശക്തമായ അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കുകയും അവരെ ശരിയായ ശിക്ഷ നൽകി ലോകത്തിന് മാതൃക കാണിക്കുകയാണ് ചെയ്യാവുന്നത്. അല്ലാതെ കുറച്ച് എഞ്ചിനീയർമാരെ, കുറച്ച് ഡോക്ടർമാരെ, കുറച്ച് മുസ്ലിം ബുദ്ധിജീവികളെ പിടിച്ച് അറകത്താക്കിയിട്ട് അവരങ്ങനെ ചെയ്തു, അവരെങ്ങനെ ചെയ്യും എന്നുള്ളത്. ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു പഴയ ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് 4-5 ചെറുപ്പക്കാരായ മുസ്ലിം ചെറുപ്പക്കാരെ, ഡോക്ടർമാരും എഞ്ചിനീയർമാരെയും പിടിച്ച് ജയിലിലിട്ട് 10 വർഷം. അവർ കുറ്റവാളികളായിരുന്നു 10 വർഷം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി അവരെ വെറുതെ വിട്ടു, അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇവിടെയുള്ള ചാനലുകൾ, സംഘികളും നടത്തുന്ന ചാനലുകളല്ല തീരുമാനിക്കുന്ന ആരാണ് കുറ്റവാളി എന്ന്. അതിനുള്ള അധികാരം ഈ ചാനലുകൾക്ക് കൊടുക്കരുത്. ചാനലുകൾക്ക് നിർബന്ധമായി മൂക്കുകയറിടണം ഈ സർക്കാർ. അത് സംസ്ഥാന ഗവൺമെന്റ് ആവട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആവട്ടെ, നിർബന്ധമായിട്ട് മൂക്കുകയറിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇല്ലാത്ത കുഴപ്പങ്ങൾ അവരുണ്ടാക്കും. നേരം വെളുത്ത് തുടങ്ങിയ ഉടനെ എല്ലാവരും മുസ്ലിങ്ങളുടെ മണ്ടയിലാണ് കുതിര കയറുന്നത്. ഏത് പ്രശ്നം എവിടെ നടന്നാലും, എന്ത് പ്രശ്നം നടന്നാലും അത് മുസ്ലിങ്ങളുടെ മണ്ടയിലാണ്. ഭീകരവാദികളാണ്. അവസാനം അവർ ഭീകരവാദികളാവും. അപ്പോൾ ഇവിടെയുള്ള ചരിത്രം എടുത്ത് പോയി പരിശോധിച്ചാൽ, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഒറ്റുകാരെല്ലാം, നമ്മുടെ രഹസ്യങ്ങൾ ഒറ്റുകൊടുത്തവരെല്ലാം ഉന്നത കുലജാതർ, അതായത് അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ. അവരെന്ന് പറയുന്നത് ഈ സംഘപരിവാർ ഫാമിലിയിൽപ്പെട്ടവരാണ്. നിങ്ങൾ എടുത്ത് നോക്കി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബാക്കിയുള്ള കുറ്റ അന്വേഷണ വിവരങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. 99% ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളാണ്. പിന്നെ കുറച്ച് കാസക്കാരും, 1% പോലും മുസ്ലിങ്ങൾ കാണില്ല. അപ്പോ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങളെ നിങ്ങൾ ഭീകരരാക്കണ്ട, മുസ്ലിങ്ങളെ നിങ്ങൾ ദേശദ്രോഹികളാക്കണ്ട. മുസ്ലിങ്ങൾ ഏത് രാജ്യത്ത് ജീവിച്ചാലും ആ രാജ്യത്തിന് വേണ്ടി മരിക്കും, ആ രാജ്യത്തിനെ സ്നേഹിക്കും. അവരുടെ രാജ്യസ്നേഹത്തിന് ആരുടെയും, ബാക്കിയുള്ള ഒരു സമുദായത്തിന്റെയോ ആരുടെയും സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. മുസ്ലിങ്ങൾ ഇവിടുത്തെ ജീവിതം മാത്രമല്ല ചിന്തിക്കുന്നത്, മുസ്ലിങ്ങൾ പരലോക ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്നിവിടെ ഏതൊരു തെറ്റ് ചെയ്താലും, വഞ്ചനയും ചതിയും കൊലയും കൊള്ളിവയ്പും നടത്തിയാലും, നാളെ സർവശക്തന്റെ മുമ്പിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അങ്ങനെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ ദേശദ്രോഹികളും ഭീകരവാദികളും ആക്കണ്ട. അത് നിങ്ങൾ ആക്കിയെന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ സമാധാനം പറയേണ്ടത് നമ്മളെ പടച്ച, നമ്മുടെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടാണ്. ഞങ്ങൾ യാതൊരു കാരണവശാലും രാജ്യദ്രോഹ പ്രവർത്തനം ഒരു കാരണവശാലും യഥാർത്ഥ മുസ്ലിം ചെയ്യില്ല. അത് 100% വ്യക്തമാക്കാനാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്നലെ മെനയാന്നൊക്കെ ഓരോ ചാനലുകൾ എടുത്ത് നോക്കുമ്പോഴും അവർ വർഗീയ വിദ്വേഷം കൊണ്ട് കലക്കാണ്. എങ്ങനെയും അവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു. അവര് തീവ്രവാദികളുണ്ട്. ഡോക്ടർമാരെന്ന് പറയുന്നത് അവര് ജനങ്ങളെ സേവിക്കേണ്ടവരല്ലേ, അവർ വെള്ളത്തിൽ വിഷം കലക്കും, മറ്റതിൽ. അങ്ങനെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കാം. സോറി. അപ്പോ കുറച്ച് ക്രിസ്ത്യൻ ചാനലുകളുണ്ട്, ഗാസയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്രിസ്ത്യൻ ചാനലുകളുണ്ട്. അവരുടെ ജോലി ലോഹയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ചെറ്റ അച്ഛന്മാരാണ് ഇതൊക്കെ പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അവരുടെ കയ്യിൽ ഇപ്പം എന്താണെന്ന് സ്വയം ചിന്തിക്കുക, സ്വയം ആലോചിക്കുക. എന്നിട്ടാണ് മറ്റുള്ള സമുദായങ്ങളുടെ മേൽ കുതിര കയറാൻ നിങ്ങൾ പോകേണ്ട. അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, അതിനിവിടെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, അതിനിവിടെ പട്ടാളമുണ്ട്, ഇവിടെ മിലിറ്ററി ഉണ്ട്, ഇവിടെ പോലീസ് ഉണ്ട്, നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് അവര് ചെയ്യേണ്ട ജോലി അവർ ചെയ്തോളും. നിങ്ങൾ നിങ്ങളുടെ മതകാര്യങ്ങളെ നോക്കുക. അന്യ സമുദായങ്ങളോടുള്ള വിദ്വേഷം നിങ്ങൾ പ്രചരിപ്പിക്കലല്ല നിങ്ങളുടെ ജോലി. നിങ്ങൾ പാഠം പഠിക്കുന്നില്ല. എനിക്ക് ക്രിസ്തീയ പുരോഹിതന്മാരോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഈ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ ഈ വസ്ത്രം ഇട്ട് നടക്കുന്നത്. പുറത്ത് നിങ്ങൾക്ക് ഈ വസ്ത്രം ഇട്ട്, കേരളത്തിന് വെളിയിൽ ഈ വസ്ത്രം ഇട്ടിട്ട് നടന്നാൽ അവരെ അടിക്കും.
അടിച്ചു ഓടിക്കും. അപ്പൊ അതിന് മുസ്ലിങ്ങളും കൂടെ ഇനി കൂട്ടുനിന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവൃത്തിക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മുസ്ലിങ്ങളുടെ മുകളിൽ കുതിര കയറാൻ ഉണ്ടാക്കട്ടെ, സംഘപരിവാർ കയറിക്കോട്ടെ, അതിന് അവന് മറുപടിയും പറഞ്ഞോളും. നിങ്ങൾ ഈ ക്രിസംഖികൾ ഈ മുസ്ലിങ്ങളുടെ മുകളിൽ കുതിര കയറരുത്. എനിക്ക് അവസാനമായി പറയാനുള്ളതാണ്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ നിയമം കയ്യിലെടുക്കണ്ട. നിയമം കയ്യിലെടുക്കാൻ നിയമം സർക്കാർ ഇവിടെ ഉണ്ട്, അവർ ചെയ്യട്ടെ. അവർ അന്വേഷണം, അവരാരെയും പറഞ്ഞില്ലല്ലോ മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന്. നിങ്ങൾ പിന്നെ എന്തിനു പറയുന്നു? അപ്പോൾ ഇവിടെയുള്ള നിയമ സംവിധാനം അനുസരിച്ച് അവരാളുകളെ പിടിക്കും, അന്വേഷണം നടത്തും, ആരാണെന്ന് പറഞ്ഞ് അതിനുള്ള തക്കതായ ശിക്ഷയും കൊടുക്കും. അത് പിന്നെ എല്ലാവർക്കും മാതൃകയായിരിക്കണം. അതേസമയം മുസ്ലിങ്ങൾ അല്ലാത്തവരാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പൊ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുമോ? പ്രശ്നം തീരൂല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആളുകളെ വെറുതെ ദേശസ്നേഹികളും പിന്നെ രാജ്യസ്നേഹികളും ഒന്നും ആക്കണ്ട. രാജ്യസ്നേഹികൾ തന്നെ ആയിരിക്കും. ദേശദ്രോഹികൾ അവന്റെ ജീവിതം മൊത്തം ദേശദ്രോഹം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രചാരണം നടക്കി വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, അന്വേഷണം യഥാർത്ഥ രീതിയിൽ നടക്കട്ടെ. അല്ലാതെ നിങ്ങൾ പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും തുർക്കിയുമായിട്ടും യുദ്ധത്തിനൊന്നും പോകണ്ട. ഇവിടെ ഇന്ന് 2-3 ചാനലുകളുണ്ട്. തുർക്കിയ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്ത്, നമ്മൾ ലോക പോലീസാ തുർക്കിയെ പൂട്ടാൻ പോവാൻ? തുർക്കി അങ്ങനെ ചെയ്തു, തുർക്കി ഇങ്ങനെ ചെയ്തു, അതൊക്കെ ഇവിടുത്തെ ചാനലുകളാ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത് ഈ ചാനലുകളിൽ വന്നിരുന്ന് വൃത്തികേടുകൾ പറയുന്ന അനാവശ്യമായ വെറുപ്പും വിദ്വേഷവും ലോകം മൊത്തം പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്ന, ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വർഷമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മളുമായിട്ട് സൗഹാർദ്ദത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് നമ്മൾ ശത്രുപക്ഷത്ത് ചേർത്ത് നിർത്തി ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പൊ നമ്മൾ ലോകം മൊത്തം വിരോധികളെ ഉണ്ടാക്കേ, ശത്രുക്കളെ ഉണ്ടാക്കേ. അങ്ങനെ വരുമ്പോ അത് നമുക്ക് ഏതെല്ലാം തരത്തിൽ ദോഷം ചെയ്യും. അങ്ങനെയല്ല. ഇന്ത്യക്ക് എന്ന് പറയുന്നത് ചേരിചേരാ ഒരു നയം ഉണ്ടായിരുന്നു പണ്ട്. ആ ചേരിചേരാ നയം എന്ന് പറയുന്നത് അവസാനം വരെ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണം. നമ്മൾ ആരുടെയും പക്ഷത്തല്ല, നമ്മൾ സ്വതന്ത്രമായ പക്ഷത്താണ്. നമ്മൾ ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ ആക്രമിക്കും. അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. കഴിയുന്നത്ര നമ്മൾ ഒഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചടിക്കും. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ചാനലുകളെയാണ് ആദ്യം ശ്രദ്ധിക്കാവുന്നത്. അവർക്ക് കൂട്ടുവേണ്ട. അവരാവശ്യമില്ലാതെ നയപരിപാടി, ഇന്ത്യ ഗവൺമെന്റിന്റെ നയപരിപാടികൾ നടത്തുന്നത് അവര് യുദ്ധത്തിന് പോകണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കും. ഇവിടെ കർമ്മ ന്യൂസ്, ഷെക്കിന ന്യൂസ്, പിന്നെ വേറെ ഒരു ഇന്ത്യ ചാനല്, എന്തൊക്കെയോ കുറെ ആൾക്കാരാണ് ഇവിടെ തീരുമാനിക്കുക ഇന്ത്യ ആരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യണമെന്ന്. ഈ പൊട്ടന്മാർക്ക് വല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാകും. യവന്മാർക്ക് പിന്നെ അറിയാമോ ഒരു യുദ്ധത്തിന്റെ കെടുതികൾ എന്തൊക്കെയാണെന്ന്? യവന്മാരെയാണ് ആദ്യം പിടിച്ച് പിന്നെ യുദ്ധമുന്നണിയിലോട്ട് വിടണം. യവന്മാരെന്ന് പറയണം ആദ്യം ഇറങ്ങി യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവരെ ആദ്യം റിക്രൂട്ട് ചെയ്ത് ബോർഡറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആണ് യുദ്ധം ആരംഭിക്കേണ്ടത്. അപ്പൊ അവന്മാർ മനസ്സിലാക്കിയോളൂ. അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആരും കാണില്ല പട്ടാളത്തിലൊന്നും. അതുകൊണ്ടാണ് അവന്മാർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് എല്ലാവർക്കും പിന്നെ നഷ്ടമേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ദുഃഖമേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും നാശമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഭരണാധികാരികൾ പ്രവർത്തിക്കണമെന്നും കേരളത്തിലായാലും ഇന്ത്യയിലായിരുന്നാലും ഉള്ള ചാനലുകൾക്ക് ഒരു പ്രത്യേകമായ മൂക്കേർ, ഒരു പ്രത്യേകമായ നിയമ സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവന്നവരുടെ ഈ പിന്നെ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, അനാവശ്യ പ്രചാരണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ എടുക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.